ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇനി നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഈ അധ്യായത്തിലാകെ 43 വാക്യങ്ങളും 6 ശീർഷകങ്ങളുമാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ശീർഷകങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തേത് ന്യായാധിപനും വിധവയും. ഇതിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തേത് ഫരിസേയനും ചുങ്കക്കാരനും. ഇതിൽ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും. മൂന്നാമത്തേത് ശിശുക്കളെ ആശീർവദിക്കുന്നു. ഇതിൽ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നാലാമത്തേത് ധനികനായ മനുഷ്യൻ. ഇതിൽ 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത്. അഞ്ചാമത്തേത് പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം. ഇതിൽ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത്. ആറാമത്തേത് അന്ധന് കാഴ്ച നൽകുന്നു. ഇതിൽ 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത്. ഇങ്ങനെ 6 ശീർഷകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഇനി നമുക്ക് ഇതിലെ ആദ്യത്തെ ശീർഷകത്തിലേക്ക് കടക്കാം. ന്യായാധിപനും വിധവയും. ഇതിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ തന്നെ ഒരു വിധവയും ഉണ്ടായിരുന്നു. എതിരാളിക്കെതിരെ നീതി നടത്തി തരണമെന്ന് ആ വിധവ ന്യായാധിപനോട് അപേക്ഷിക്കുമായിരുന്നു. എന്നാൽ ന്യായാധിപൻ അത് ഗൗനിച്ചില്ല. പിന്നീട് ന്യായാധിപൻ ഇങ്ങനെ ചിന്തിച്ചു: ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ഞാൻ ചെയ്യുന്നില്ല. എന്നാൽ ഈ വിധവയ്ക്ക് ഞാൻ നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: കർത്താവ് അവരോട് പറയുന്നു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ എന്നും അവിടുന്ന് ചോദിക്കുന്നു. അവിടുന്ന് അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നും ഈശോ അവരോട് ചോദിക്കുന്നു. ഇനി നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ഉപമ ഏത്? ഉത്തരം: ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ. രണ്ടാമത്തെ ചോദ്യം: ന്യായാധിപനും വിധവയും എന്ന ഉപമയിലെ ന്യായാധിപൻ എങ്ങനെയുള്ളവനായിരുന്നു? ഉത്തരം: ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്തവൻ. മൂന്നാമത്തെ ചോദ്യം: വിധവ ന്യായാധിപനോട് എന്താണ് അപേക്ഷിച്ചിരുന്നത്? ഉത്തരം: എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന്. അടുത്ത ചോദ്യം: കുറേ നാളത്തേക്ക് ന്യായാധിപൻ വിധവയുടെ അപേക്ഷയോട് പ്രതികരിച്ചത് എങ്ങനെ? ഉത്തരം: അത് ഗൗനിച്ചില്ല. അടുത്ത ചോദ്യം: ന്യായാധിപനും വിധവയും എന്ന ഉപമയിൽ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: ന്യായാധിപനെക്കുറിച്ച്. അടുത്ത ചോദ്യം: വിധവയ്ക്ക് ന്യായാധിപൻ നീതി നടത്തി കൊടുക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: വിധവ ന്യായാധിപനെ ശല്യപ്പെടുത്തിയതുകൊണ്ട്. അടുത്ത ചോദ്യം: വിധവയ്ക്ക് നീതി നടത്തി കൊടുത്തില്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്തു ചെയ്യും എന്നാണ് ന്യായാധിപൻ ചിന്തിക്കുന്നത്? ഉത്തരം: അവൾ തന്നെ അസഹ്യപ്പെടുത്തും. അടുത്ത ചോദ്യം: കർത്താവ് ന്യായാധിപനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം: നീതിരഹിതനായ ന്യായാധിപൻ. അടുത്ത ചോദ്യം: ആര് പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: നീതിരഹിതനായ ന്യായാധിപൻ. അടുത്ത ചോദ്യം: എങ്ങനെയുള്ള തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ എന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം: രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. അടുത്ത ചോദ്യം: അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ എന്ന് യേശു ചോദിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഉത്തരം: തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുന്നതിനെ പറ്റി. അടുത്ത ചോദ്യം: ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയിൽ യേശു ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യം എന്ത്? ഉത്തരം: എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ മാത്രം കാണുന്ന 2 ഉപമകൾ ഏവ? 1 ന്യായാധിപനും വിധവയും, 2 ഫരിസേയനും ചുങ്കക്കാരനും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 2ാമത്തെ ശീർഷകത്തിലേക്ക് നമുക്ക് കടക്കാം. ഫരിസേയനും ചുങ്കക്കാരനും. തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു പറയുന്ന ഉപമയാണ് ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ.
ഒരിക്കൽ ഒരു ഫരിസേയനും ചുങ്കക്കാരനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. ഫരിസേയൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളെ പോലെയോ നീതിരഹിതരെ പോലെയോ വ്യഭിചാരികളെ പോലെയോ അല്ല, ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ദശാംശം നൽകുന്നു. എന്നാൽ ആ ചുങ്കക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ദൂരെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും മടിച്ചുകൊണ്ട് മാർത്തടിച്ചുകൊണ്ട് പറഞ്ഞു: കർത്താവെ, എന്നിൽ കനിയണമേ എന്ന്. ഈശോ ഇവിടെ പറയുന്നുണ്ട്, ഈ ചുങ്കക്കാരൻ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയെന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് ഈശോ പറഞ്ഞ ഉപമ എന്ത്? ഉത്തരം: ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. രണ്ടാമത്തെ ചോദ്യം: തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ എന്തൊക്കെ ചെയ്യുന്നവരോടാണ് യേശു ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ പറഞ്ഞത്? ഉത്തരം: തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട്. അടുത്ത ചോദ്യം: ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയത് ആരെല്ലാം? ഉത്തരം: ഒരു ഫരിസേയനും ഒരു ചുങ്കക്കാരനും. അടുത്ത ചോദ്യം: ഫരിസേയർ ദൈവത്തിന് നന്ദി പറയുന്നത് എന്തിനെല്ലാം? ഉത്തരം: താൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലാത്തതിനാൽ. അടുത്ത ചോദ്യം: ഫരിസേയൻ ആഴ്ചയിൽ എത്ര തവണ ഉപവസിക്കുമെന്നാണ് ഈ ഉപമയിൽ പറയുന്നത്? ഉത്തരം: 2 പ്രാവശ്യം. അടുത്ത ചോദ്യം: ഫരിസേയൻ എന്തിൻ്റെ ദശാംശമാണ് കൊടുക്കുന്നതായി പറയുന്നത്? ഉത്തരം: താൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം. അടുത്ത ചോദ്യം: ചുങ്കക്കാരൻ എങ്ങനെ നിന്നാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം: ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്. അടുത്ത ചോദ്യം: ചുങ്കക്കാരൻ എന്താണ് പ്രാർത്ഥിച്ചത്? ഉത്തരം: ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന്. അടുത്ത ചോദ്യം: ആരാണ് കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയത് എന്ന് യേശു പറയുന്നത്? ഉത്തരം: ചുങ്കക്കാരൻ. അടുത്ത ചോദ്യം: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് ഏത് ഉപമയിലാണ് ഈശോ പറയുന്നത്? ഉത്തരം: ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ. ഇനി നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം. ശിശുക്കളെ ആശീർവദിക്കുന്നു. ശിശുക്കളെ ആശീർവദിക്കേണ്ടതിന് ഈശോയുടെ അടുക്കൽ അവരെ കൊണ്ടുവന്നു. എന്നാൽ ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. അവരോട് യേശു പറഞ്ഞു: ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ഇനി നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ശിശുക്കളെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നത് എന്തിന്? ഉത്തരം: ഈശോ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന്. രണ്ടാമത്തെ ചോദ്യം: ശിശുക്കളെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു? ഉത്തരം: അവരെ ശകാരിച്ചു. മൂന്നാമത്തെ ചോദ്യം: ശിശുക്കളെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നവരെ ശകാരിച്ചത് ആരാണ്? ഉത്തരം: ശിഷ്യന്മാർ. അടുത്ത ചോദ്യം: ശിഷ്യന്മാർ ശിശുക്കളെ കൊണ്ടുവരുന്നവരെ ശകാരിച്ചപ്പോൾ ഈശോ എന്തു ചെയ്തു? ഉത്തരം: അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. അടുത്ത ചോദ്യം: ആര് തൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ശിശുക്കളെ. അടുത്ത ചോദ്യം: ദൈവരാജ്യം ആരെപ്പോലെയുള്ളവരുടേതാണ് എന്നാണ് ഈശോ പറയുന്നത്? ഉത്തരം: ശിശുക്കളെ പോലെ ഉള്ളവരുടേത്. അടുത്ത ചോദ്യം: ശിശുവിനെ പോലെ ഡാഷ് സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ഉത്തരം: ദൈവരാജ്യം. ഇനി നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 4-ാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം. ധനികനായ മനുഷ്യൻ. ഈ ശീർഷകത്തിൽ 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത്. ഈശോയുടെ ഒരു ധനികൻ ഇങ്ങനെ ചോദിച്ചു: നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന്? ഈശോ അവരോട് ചോദിച്ചു: എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്?
ദൈവമല്ലാതെ മറ്റാരും നല്ലവനായില്ല. ഏതൊക്കെ പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ എന്നാണ് ഈശോയോട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 1. വ്യഭിചാരം ചെയ്യരുത്. 2. കൊല്ലരുത്. 3. മോഷ്ടിക്കരുത്. 4. കള്ളസാക്ഷ്യം നൽകരുത്. 5. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. എന്നിങ്ങനെ 5 പ്രമാണങ്ങളെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ധനികൻ ഇങ്ങനെ പറഞ്ഞു, ഇവയെല്ലാം ഞാൻ ചെറുപ്പം മുതലേ പാലിക്കുന്നവയാണ്. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് വലിയ നിക്ഷേപം ഉണ്ടാകും. അനന്തരം എന്നെ വന്ന് അനുഗമിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വിസ്മയിച്ചു, കാരണം അവനൊരു ധനികനായിരുന്നു. ഇത് കേട്ടപ്പോൾ ബാക്കിയുള്ളവർ യേശുവിനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയുമെന്ന്. യേശു അവരോട് പറഞ്ഞു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ പത്രോസ് ശ്ലീഹ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ അനുഗമിക്കുന്നു എന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരെല്ലാവർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകം മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ഇവിടെ യേശു ദൈവരാജ്യത്തിന് വേണ്ടി 5 കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് വീട്, 2 ഭാര്യ, 3 സഹോദരന്മാർ, 4 മാതാപിതാക്കൾ, 5 സന്താനങ്ങൾ. ഇനി നമുക്ക് ഇതുവരെയുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ആരാണ് ഈശോയോട് നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത്? ഉത്തരം, ഒരു അധികാരി. അടുത്ത ചോദ്യം, ഒരു അധികാരി ഈശോയോട് എന്ത് അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്? ഉത്തരം, നിത്യജീവൻ. അടുത്ത ചോദ്യം, ഒരു അധികാരി യേശുവിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഉത്തരം, നല്ലവനായ ഗുരു എന്ന്. അടുത്ത ചോദ്യം, അധികാരിയുടെ ചോദ്യത്തിന് യേശു മറുപടി നൽകുമ്പോൾ എന്താണ് ആദ്യം ചോദിക്കുന്നത്? ഉത്തരം, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? അടുത്ത ചോദ്യം, 5-ാമത്തെ ചോദ്യം, യേശു അധികാരിയോട് എത്ര പ്രമാണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം, 5 പ്രമാണങ്ങൾ. 6-ാമത്തെ ചോദ്യം, യേശു പറയുന്ന 5 പ്രമാണങ്ങളിൽ 2-ാമത്തേത് ഏതാണ്? ഉത്തരം, കൊല്ലരുത്. 5 പ്രമാണങ്ങളെക്കുറിച്ച് യേശു പ്രത്യേകമായി എടുത്തു പറഞ്ഞപ്പോൾ അധികാരി പറഞ്ഞത് എന്താണ്? ഉത്തരം, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, യേശു അധികാരിക്ക് എന്ത് കുറവുണ്ടെന്നാണ് പറയുന്നത്? ഉത്തരം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അടുത്ത ചോദ്യം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അനന്തരം എന്ത് ചെയ്യുക എന്നാണ് യേശു അധികാരിയോട് പറയുന്നത്? ഉത്തരം, എന്നെ അനുഗമിക്കുക. അടുത്ത ചോദ്യം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ അവിടെ നിനക്ക് നിക്ഷേപമുണ്ടാകും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, സ്വർഗത്തിൽ. അടുത്ത ചോദ്യം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അധികാരി വ്യസനിച്ചത് എന്തുകൊണ്ട്? ഉത്തരം, അവൻ വലിയ ധനികനായിരുന്നതുകൊണ്ട്. 12-ാമത്തെ ചോദ്യം, എങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരമെന്നാണ് ഈശോ പറയുന്നത്? ഉത്തരം, സമ്പത്തുള്ളവർ. അടുത്ത ചോദ്യം, ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? ഉത്തരം, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത്. അടുത്ത ചോദ്യം, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമെന്ന് യേശു പറഞ്ഞപ്പോൾ ഇത് കേട്ടവർ ചോദിച്ചത് എന്താണ്? ഉത്തരം, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? അടുത്ത ചോദ്യം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യം. അടുത്ത ചോദ്യം, ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം, പത്രോസ്. അടുത്ത ചോദ്യം,
ദൈവരാജ്യത്തിനു വേണ്ടി എന്തൊക്കെ ഉപേക്ഷിച്ചവർക്കാണ് ഇക്കാലത്ത് തന്നെ അവ അനേകം മടങ്ങായി ലഭിക്കാതിരിക്കുകയില്ലെന്ന് പറയുന്നത്? ഉത്തരം 1 വീടിനെയോ, 2 ഭാര്യയെയോ, 3 സഹോദരന്മാരെയോ, 4 മാതാപിതാക്കളെയോ, 5 സന്താനങ്ങളെയോ. ഇനി നമുക്ക് 18-ാം അധ്യായത്തിലെ 5-ാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം. പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം. ഈശോ 12 പേരെയും വിളിച്ച് ജെറുസലേമിലേക്ക് പോകുന്ന വഴി തൻ്റെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തിനെയും പറ്റിയുള്ള 3-ാം പ്രവചനം നടത്തുന്നു. ഈശോ അവരോട് പറയുന്നുണ്ട്, മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. മനുഷ്യപുത്രൻ വിജാതിയരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 32-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. യേശു ഇത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവ ഗ്രഹിച്ചില്ല, കാരണം ഇതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു. ഇനി നമുക്ക് ഇതുവരെയുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഈശോയുടെ പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം ഏത് അധ്യായത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക? ഉത്തരം: വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ. രണ്ടാമത്തെ ചോദ്യം: ഈശോ പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം ആരോടാണ് പറയുന്നത്? ഉത്തരം: 12 പേരോട്. അടുത്ത ചോദ്യം: മനുഷ്യപുത്രനെ പറ്റി ആര് വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകുമെന്നാണ് ഈശോ പറയുന്നത്? ഉത്തരം: പ്രവാചകന്മാർ വഴി. അടുത്ത ചോദ്യം: മനുഷ്യപുത്രൻ ആർക്കാണ് ഏൽപ്പിക്കപ്പെട്ടത്? ഉത്തരം: വിജാതിയർക്ക്. അടുത്ത ചോദ്യം: യേശു പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം നടത്തുന്നത് നമ്മൾ എവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ്? ഉത്തരം: ജെറുസലേമിലേക്ക്. അടുത്ത ചോദ്യം: ഈശോയുടെ പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം ഈശോ വെളിപ്പെടുത്തിയത് ആർക്കാണ് ഗ്രഹിക്കാൻ കഴിയാതെ വന്നത്? ഉത്തരം: 12 പേർക്ക്. ഇനി നമുക്ക് 18-ാം അധ്യായത്തിലെ 6-ാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം. അന്ധന് കാഴ്ച നൽകുന്നു. ഈ അധ്യായത്തിൽ ഈശോ പ്രവർത്തിക്കുന്ന അത്ഭുതമാണ് അന്ധന് കാഴ്ച നൽകുന്നത്. ഈശോ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു അന്ധൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന്. അപ്പോൾ അവൻ സ്വരമുയർത്തി ഇങ്ങനെ പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന്. എന്നാൽ അവർ അവനോട് നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് ശകാരിച്ചു. എന്നാൽ യേശു അവരോട് പറഞ്ഞു, അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുവിൻ എന്ന്. യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന്. അവൻ യേശുവിനോട് പറഞ്ഞു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പിന്നീട് യേശുവിനെ അനുഗമിച്ചു. ഇനി നമുക്ക് ഇതുവരെയുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ വിവരിക്കുന്ന അത്ഭുതം ഏതാണ്? ഉത്തരം: അന്ധന് കാഴ്ച നൽകുന്നത്. അടുത്ത ചോദ്യം: ഈശോ കുരുടനെ കണ്ടത് എവിടെ വെച്ചാണ്? ഉത്തരം: ജെറീക്കോയെ സമീപിച്ചപ്പോൾ. അടുത്ത ചോദ്യം: എന്ത് കേട്ടപ്പോഴാണ് അന്ധൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ചത്? ഉത്തരം: ജനക്കൂട്ടം പോകുന്ന ശബ്ദം കേട്ടപ്പോൾ. അടുത്ത ചോദ്യം: അന്ധനോട് ജനക്കൂട്ടം ആര് കടന്നു പോകുന്നുവെന്നാണ് പറഞ്ഞത്? ഉത്തരം: നസ്രായനായ യേശു. അടുത്ത ചോദ്യം: യേശു കടന്നു പോകുന്നുവെന്ന് കേട്ടപ്പോൾ അന്ധൻ എന്തു ചെയ്തു? ഉത്തരം: ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞു. അടുത്ത ചോദ്യം: ആരാണ് അന്ധനോട് നിശബ്ദനായിരിക്കാൻ പറഞ്ഞത്, അവനെ ശകാരിച്ചത്? ഉത്തരം: മുൻപേ പോയിക്കൊണ്ടിരുന്നവർ. അന്ധൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം: ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അടുത്ത ചോദ്യം: യേശു എന്താണ് അവനോട് ചോദിച്ചത്? ഉത്തരം: ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അടുത്ത ചോദ്യം: അന്ധൻ ഈശോയോട് എന്താഗ്രഹമാണ് പറഞ്ഞത്? ഉത്തരം: കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അടുത്ത ചോദ്യം: നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ എന്ന് ഈശോ പറഞ്ഞതിനെ തുടർന്ന് ഈശോ പറഞ്ഞതെന്ത്? ഉത്തരം: നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം:
കാഴ്ച തിരിച്ചു കിട്ടിയ അന്ധൻ എന്തു ചെയ്തു? ഉത്തരം: അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. അടുത്ത ചോദ്യം: അന്ധന് കാഴ്ച ലഭിച്ചത് കണ്ട് എല്ലാവരും എന്തു ചെയ്തു? ഉത്തരം: ദൈവത്തെ സ്തുതിച്ചു.